എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മുളകിട്ടതാണ്. നമുക്ക് അധികം ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മുളക് കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചെമ്മീൻ മുളക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീൻ്റെ അളവാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കാം, എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ മൺചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല എരിവുള്ള കറിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5 നല്ല എരിവുള്ള പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ നല്ല എരിവുള്ള കറിയാണ്, അതുകൊണ്ടാണ് ഞാൻ 5 മുളക് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. കുടംപുളി നന്നായിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ അളവിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം, പച്ചവെള്ളമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-1.5 കപ്പ് വെള്ളം വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ പാകത്തിനുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചെമ്മീന് അധികം വേവില്ല, പെട്ടെന്ന് കുക്കായി വരുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് നമുക്ക് അധികം സമയം ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അങ്ങോട്ട് ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതവിടെ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാൻ അത് ഓഫ് ചെയ്യാണ്, കാരണം ഇത് ഇരിക്കുന്നതോറും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് താളിച്ചൊഴിക്കുക. എന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ റെഡിയാക്കി വെച്ചിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട്. ഇതിന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ അധികം ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ചോറിന് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്